നമസ്കാരം. കന്നുകാലി രാഷ്ട്രീയം എങ്ങനെയാകും എന്ന കാര്യത്തിൽ കോടതികളും സർക്കാരും ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്നാൽ കേരളത്തിലെ കാലിക്കശാപ്പ് നിലവിലെ കേന്ദ്ര ഉത്തരവനുസരിച്ച് നിയന്ത്രിക്കപ്പെടും. അതിനാൽ തന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനും കന്നുകാലി കശാപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനും കേരള സർക്കാർ തയ്യാറായി കഴിഞ്ഞു. ഗോമാത സ്നേഹരാഷ്ട്രീയം പുലർത്തുന്ന ഒരു BJP MLA മാത്രമേ കേരള നിയമസഭയിൽ ഉള്ളൂവെന്നതിനാൽ ബീഫിൻ്റെ കാര്യത്തിൽ സഭ മാംസമുക്കളായ മലയാളികൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്ത് ഗവർണറെ കാര്യമറിയിക്കും. എന്നാലും കന്നുകാലിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയം സജീവമായി നിൽക്കുന്നതിനാൽ ബീഫിൻ്റെ കാര്യത്തിലും ഗോമാത രാഷ്ട്രീയത്തിലും തുറന്ന അഭിപ്രായം തേടുകയാണ് ഈ ആഴ്ച. രാജ്യത്തെ 3 ഹൈക്കോടതികൾ 3 അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ കന്നുകാലി കശാപ്പ് നിയന്ത്രണ ഉത്തരവിൻ്റെ രാഷ്ട്രീയം കൂടി ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് CS സുജാത, മുൻ MP, ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്നും. ഒപ്പം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്. അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ. അഡ്വക്കേറ്റ് S സുരേഷ്, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ഒപ്പം ബ്രാഹ്മണ സഭയുടെ പ്രതിനിധി ശ്രീ ഗോമതി അമ്മ. ഒരുപക്ഷെ ലോക്സഭയിൽ ഇതിനു മുമ്പും ഗോമാത രാഷ്ട്രീയം വന്നിട്ടുള്ളതാണ്. മൃഗങ്ങളോടുള്ള സ്നേഹവും ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഇതിൽ രാഷ്ട്രീയം കലരുമ്പോൾ എത്രമാത്രം അപകടകരമാകും ഇത്തരം ഉത്തരവുകൾ? ഇത് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇവിടെ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1960 മൃഗങ്ങളുടെ നേരെയുള്ള ക്രൂരത തടയുന്ന അതിൻ്റെ പിൻബലത്തിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമില്ല. ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഈ കാര്യത്തിൽ വ്യക്തത വന്നേ മതിയാവും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തന്നെ നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു വർഷം ഇപ്പോൾ 6523 കോടി രൂപയുടെ ഈ കച്ചവടം തന്നെ നടക്കുന്നു. മാട്ടിറച്ചി ഏതാണ്ട് 2.5 ലക്ഷം ടൺ മാട്ടിറച്ചിയാണ് ഒരു വർഷം വിൽക്കുന്നത്. 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ കണക്കല്ല. 15 ലക്ഷത്തോളം വരുന്ന കന്നുകാലികൾ ഒരു വർഷം കേരളത്തിലേക്ക് വരുന്നു. ഇതെല്ലാം മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒരു നല്ല കൃഷിക്കാരൻ്റെ മകൾ കൂടിയാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന എൻ്റെ കുടുംബത്തിൽ 4 പശുവുണ്ട്. വള്ളികുന്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളും കൃഷിക്കാരായിട്ടുള്ള ആളുകൾ പശുവിനെയും കൂടി വളർത്തിയാണ് അവരുടെ ഉപജീവനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ശതമാനം സ്ത്രീകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലൊരു വിജ്ഞാപനം വരികയും അതേ തുടർന്നുണ്ടായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമെല്ലാം തന്നെ ഫലത്തിൽ ഇത് പാലുൽപാദനത്തിൽ തന്നെ ഗണ്യമായിട്ടുള്ള കുറവ് വരും എന്ന കാര്യത്തിലൊന്നും നമുക്ക് അതിലൊരു തർക്കവുമില്ല. കാലിച്ചന്തയെ നിയന്ത്രിക്കാനുള്ള ഉത്തരവിറക്കുവാൻ അധികാരമില്ല. ഇത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ ഇത് എത്രമാത്രം ദോഷകരമായി ബാധിക്കും? നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് വന്നിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ള ലിസ്റ്റുണ്ട്, സംസ്ഥാനത്തിന് മാത്രമായി അധികാരമുള്ള ലിസ്റ്റുണ്ട്. അതേസമയം കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി ആലോചിച്ച് നിർമ്മിക്കേണ്ട നിയമങ്ങളുടെ കൺകറൻറ്റ് ലിസ്റ്റുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ പാരമ്പര്യമായി കസ്റ്റമറി റൈറ്റ്സ് അവർ എൻജോയ് ചെയ്യുന്ന കസ്റ്റമറി റൈറ്റ്സ് അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കാണ് നിയമനിർമ്മാണം ഉണ്ടാക്കാനുള്ള അവകാശം പഴയ കാലം തൊട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ സംസ്ഥാനത്തിന് വർഷങ്ങളായി കൊടുത്തിരിക്കുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ ആ അധികാരത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. മൃഗങ്ങളോടുള്ള ക്രൂവൽറ്റി തടയാനായി നിയമം കൊണ്ടുവരാം, അല്ലെങ്കിൽ റൂൾ കൊണ്ടുവരാം. അതിനുള്ള അവകാശം കേന്ദ്രത്തിനുണ്ട്. ആ സെക്ഷൻ 38 തന്നെ പറയുന്നു, മാർക്കറ്റ് റെഗുലേഷൻ തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അവകാശത്തിലേക്ക് കടന്നു കയറാൻ ഒരിക്കലും സെക്ഷൻ 38 അനുവദിക്കുന്നില്ല. ഓസ്ട്രേലിയക്ക് മുകളിലാണ് മാംസം കയറ്റി അയക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശത്തോടുണ്ട്, പിന്നെ ഒരു രാഷ്ട്രീയവുമുണ്ട്. BJP ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിൽ എത്രമാത്രം അറിയില്ല. വടക്കേ ഇന്ത്യകളിൽ വളരെയധികം നേട്ടമായിരിക്കും, പക്ഷേ കേരളത്തിലെ സാഹചര്യം വേറെയാണ്. അപ്പോൾ കേരളത്തിലെ BJPക്ക് ഇതിനെ എങ്ങനെ
കൃത്യമായിട്ട് ന്യായീകരിക്കാൻ കഴിയും? സുരേഷ്, വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രാലയം കൊണ്ടുവന്നിരിക്കുന്ന നിയമം ഇവിടെ ബീഫ് നിരോധിക്കാൻ വേണ്ടിയോ ഗോമാംസം നിരോധിക്കാൻ വേണ്ടിയുള്ള നിയമമല്ല. വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണ്. മൃഗങ്ങളെയും അതോടൊപ്പം തന്നെ സസ്യജലാതികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. ആ നിയമത്തിനെ അതേ രീതിയിൽ കാണുന്നതിനു പകരം അന്ധൻ ആനയെ കാണുന്നത് പോലെ മനഃപൂർവ്വമുള്ള ചില തമാശകളാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകളും ശ്രീമതി സുജാതയും ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു 56% ന്യൂനപക്ഷങ്ങളുണ്ട് എന്ന് കരുതി BJPയുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വീട്ടിൽ ഇനി ബീഫ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇനി അത് കഴിക്കാൻ പറ്റില്ല, ക്രിസ്ത്യാനികൾക്ക് കഴിക്കാൻ പറ്റില്ല, ഇത് ഭീകരമാണ്, വർഗീയമാണ്, ഇതിനു വേണ്ടിയാണ് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്നൊക്കെ വരുത്തി തീർത്ത് നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയുള്ള നീചമായ അഭ്യാസ പ്രകടനമാണ് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ഹൈക്കോടതികൾ 3 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും 3 വ്യത്യസ്തമായ 3 ഹർജികളിലാണ്. എങ്കിൽ തന്നെയും വിഷയം ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊരു സംശയമുണ്ടാക്കിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ നീതിപീഠങ്ങൾ, അവിടെ ഇരിക്കുന്ന ന്യായാധിപന്മാർ നൽകുന്ന മറുപടികൾ കൂടുതൽ സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. അതിലൊന്ന് രാജസ്ഥാൻ കോടതിയുടേതാണ്. പശുവിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള കമൻറ്റ് വരുന്നു. മറ്റ് വിധി കൃത്യമായി പഠിച്ചിട്ടില്ല എന്ന് കേരള ഹൈക്കോടതി പറയുന്നു. ഈ തീരുമാനം നിയന്ത്രണം സ്റ്റേ ചെയ്യണമെന്ന് മധുരയിൽ നിന്ന് ഹൈക്കോടതി പറയുന്നു. കോടതികളെല്ലാം വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. ശരിയാണ്, അതുകൊണ്ടാണ് നമുക്ക് പല തട്ടിലുള്ള കോടതികൾ, വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഓരോ പ്രദേശത്തെയും. ഇതിലെ രാഷ്ട്രീയമല്ല, നിയമപരമായി ഇതെങ്ങനെ നിലനിൽക്കും? നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ അന്ധൻ ആനയെ കണ്ടതുപോലെയാണോ കാര്യങ്ങളെ നമ്മൾ കേരളം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് രാഷ്ട്രീയവും തമാശയും മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതായത് 1960 ഈ നിയമം കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ നിയമത്തിൻ്റെ സെക്ഷൻ 28 പ്രകാരം രാജ്മോഹൻ സാർ വളരെ പൊതിഞ്ഞു സംസാരിച്ചു. അതായത് ഒരു കോഴിയെയോ പശുവിനെയോ ആടുമാടിനെയോ ഒരു അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ മുന്നിൽ വെച്ച് ബലി കൊടുത്താൽ അതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല. അതായത് പ്രാകൃതമായ മൃഗബലി എന്ന് പറയുന്ന ആചാരം അനുവർത്തിച്ചു കൊള്ളാൻ അനുവാദം കൊടുത്തുകൊണ്ടാണ് 1960 നിയമം വന്നത്. അപ്പോൾ ഈ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ 1960 നിയമം വന്നതിന് ശേഷം റൂൾസ് വരേണ്ടത് പാർലമെൻ്റ് അല്ല റൂൾസ് പാസ്സാക്കേണ്ടത്, അത് ഗവൺമെൻറ്റുകളാണ് റൂൾസ് പാസ്സാക്കേണ്ടത്, പാർലമെൻ്റ് അല്ല. 57 വർഷം കഴിഞ്ഞു. 60 ജവഹർലാൽ നെഹ്റുവിന് ശേഷം 57 വർഷം ഭരിച്ചത് BJP അല്ല. എന്തുകൊണ്ട് ഈ 57 വർഷം റൂൾ ഉണ്ടായില്ല അതറിയില്ല, വേറൊരു വശം. അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്ന കേസിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നേപ്പാളിലെ ഒരു മതാചാരത്തിൻ്റെ ഭാഗമായി വാട്സാപ്പ് കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, എരുമകളെയെല്ലാം വെട്ടിക്കൊല്ലുന്ന ആളുകൾ വാളുമായി നടന്ന് എരുമകളെ വെട്ടിക്കൊല്ലുന്നൊരു ദൃശ്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സംഗതിയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ എരുമകളെ, അതായത് പ്രത്യേക വംശത്തിൽപ്പെടുന്നതോ ചില സംരക്ഷിക്കപ്പെടുന്ന ചില വംശങ്ങളടക്കമുള്ള എരുമകളെ എല്ലാം വ്യാപകമായി നേപ്പാളിലേക്ക് കടത്തിക്കൊണ്ടുപോയി വാളുമായി നടന്ന് ചെറിയ പിള്ളേർ അവയെല്ലാം വെട്ടിക്കൊന്ന് മതത്തിൻ്റെ പേരിൽ ആചരിക്കുന്ന ഒരു ഉത്സവമുണ്ട് അവിടെ. ആ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ലക്ഷക്കണക്കിന് ആടുമാടുകളാണ്, പശുക്കളല്ല, കൂടുതലും എരുമകളും പോത്തുകളുമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു സുപ്രീം കോടതി കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ 60 നിയമത്തിൻ്റെ മേലെ 57 വർഷമായിട്ട് അല്ലെങ്കിൽ 50 വർഷത്തിലധികമായിട്ട് എന്തുകൊണ്ട് റൂൾ ഉണ്ടാക്കിയില്ല എന്നൊരു ചോദ്യം ആദ്യമായി ഉയരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റൂൾ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തൊരു വിഷയം, ഈ ഫെഡറൽ സംവിധാനം പറയുന്ന രാജ്മോഹൻ സാറിനെയും സുജാത മാഡത്തിനെയും എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടല്ലേ ഈ റൂള് ഉണ്ടാക്കിയത്? എന്താ നിങ്ങൾ CPM-ഉം കോൺഗ്രസും ഇതിനെതിരെ ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാത്തത്? വായിച്ചാൽ മനസ്സിലാവുന്ന ആരുമില്ല, ആരും ഇത് അറിഞ്ഞില്ലേ, ചെയ്തില്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഇന്ന ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് ഉന്നയിച്ചിരുന്നോ? ഇല്ലല്ലോ. BJP കൊണ്ടുവന്നതിലൊരു നല്ല വശമുണ്ട്. എന്താ നല്ല വശം? ഈ ഒരു ഏത് മതത്തിൻ്റെ ആണെങ്കിലും ആ പേരും പറഞ്ഞ് കോഴിയോ കന്നുകാലിയോ ആടിനെയോ മാടിനെയോ ഒക്കെ കശാപ്പ് ചെയ്യുന്നത് നിരോധിച്ചു, അത് ചെയ്യാൻ പാടില്ല എന്ന് റൂളിൽ പറഞ്ഞു. ആക്ടിലില്ല. മൃഗബലി എന്ന് പറയാം നമുക്ക്. ആ മൃഗബലി നിരോധിച്ചു. അതായത് ഒരു കാര്യം പോസിറ്റീവാണ്, അത് മിണ്ടിയില്ല, നെഗറ്റീവാണ്, അത് മിണ്ടുന്നു. രാഷ്ട്രീയമല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ BJP-കാരനാവും, ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാവും, ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാവും. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ പറയുന്ന നിയമമാണ് ഫുഡ് സേഫ്റ്റി ആക്ടിന് അതിനെക്കുറിച്ച് എതിർപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ രാഷ്ട്രീയ സംഘടനയോ ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ ഫുഡ് സേഫ്റ്റി ആക്ട് കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ ഒരാൾ നട്ടലുറപ്പോടെ മുന്നോട്ട് വന്നാൽ പിറ്റേ ദിവസം മുതൽ നമുക്കാർക്കും മാംസം കിട്ടില്ല.
ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം എങ്ങനെയായിരിക്കണം കശാപ്പുശാല, കശാപ്പിനായി കൊണ്ടുവരുന്ന മൃഗങ്ങളെ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ആ നിയമത്തിൽ ആർക്കും ആക്ഷേപമില്ലെങ്കിൽ കേരളത്തിലെ ഭരണ സംവിധാനത്തിന് ആ ഫുഡ് സേഫ്റ്റി ആക്ട് നടപ്പാക്കാൻ നട്ടലുണ്ടെങ്കിൽ ഇനി കുറഞ്ഞ പക്ഷം ഒരു വർഷം എടുക്കും ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള അബാറ്റീസ് അടക്കം കേരളത്തിൽ സ്ഥാപിച്ച് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരാൻ വേണ്ടി.